വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് ദുബായിലെ എൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഈ ദുബായിൽ വന്നതിന് ശേഷം കുക്ക് ചെയ്യാൻ പോവാണ്. കുക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങി. ഇതിൻ്റെ കൂടെ ചോപ്പിംഗ് ബോർഡിൻ്റെ കൂടെ 3 ഇങ്ങനത്തെ തവി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വാങ്ങിയത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ 4 സെറ്റ് വരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറി വെക്കാൻ വേണ്ടി ഞാൻ ഒന്നെടുത്ത് ഫിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കറി വെക്കാം. ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് തക്കാളിക്കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിക്കറി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ എണ്ണ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് ഞാൻ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ചൊന്ന് ബ്രൗണിഷ് ആവുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിത് അരിഞ്ഞ് വെച്ച തക്കാളി 2 തക്കാളിയായിരുന്നു മാത്രമാണ് എടുത്ത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇതൊന്ന് സെറ്റായി വരാനുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് വന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് ഈ പൊടികളിലൂടെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തക്കാളിക്കറിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നന്നായിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ഉപ്പ് പാകമാണോ എരിവ് പാകമാണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. എന്നിട്ട് അടച്ച് വേവിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിടുക്കാച്ചി തക്കാളിക്കറി റെഡി ആയിരിക്കും ഗൈസ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.